എല്ലാവർക്കും ഡീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി ചോറാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 5 തക്കാളി എടുത്തിട്ടുണ്ട്, 3 സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അതിലേക്ക് നമ്മൾ 3 തക്കാളി അരിയാണ്. അതിനുശേഷം 3 പച്ചമുളക് അരിഞ്ഞ് ചേർക്കുകയാണ്. ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളി മിക്സിക്കകത്ത് ചതച്ചെടുക്കുന്നു. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറാണ് അടുപ്പിൽ വെക്കുന്നത്. പാത്രത്തിൽ വേണമെങ്കിലും തയ്യാറാക്കാം. ഇവിടെ ഇപ്പോൾ കുക്കറാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടായി വരട്ടെ. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്ന ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി കരിഞ്ഞു പോകരുത്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. പച്ചമുളക്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നു. സവാളയും തക്കാളിയും ഒന്ന് നല്ലതുപോലെ ഇളക്കി അതൊന്ന് വാടി വരണം. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. 2 സ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ചേർക്കാത്തതുകൊണ്ട് അടിക്ക് പിടിക്കരുത്. ഇനി നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്ത്
കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. പരുവത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ചോറ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടായി അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നു. ഇളക്കി കൊടുക്കാം. അതിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുത്തു. മുന്തിരിങ്ങ ഒന്ന് മൂത്ത് വരട്ടെ. മുന്തിരി അണ്ടിപ്പരിപ്പ് മൂത്തിട്ടുണ്ട്. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിലോട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക ഇട്ട് കൊടുത്തു. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു. ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് ഇനി വെള്ളം ഒന്ന് തിളച്ച് വരണം. 3 ഗ്ലാസ് അരി എടുത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിടുകയാണ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഇനി ഒന്ന് അടച്ചു വെക്കാം. ചോറ് വെന്ത് വരണം. ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലോട്ട് കോരി വെക്കുന്നു. ഒരുപാട് വേവണ്ട. ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. മസാലക്കൂട്ടിലേക്ക് നമ്മൾ ചോറ് പാകത്തിന് ഇട്ട് കൊടുക്കുന്നു. ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ചോറാണ്. പിള്ളേർക്കൊക്കെ ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാം.
ഇനി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു, മല്ലിയില ഇട്ട് കൊടുക്കുന്നു, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുത്തു. ഇനി ബാക്കി ചോറും കൂടെ ഇതിനകത്തിട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. ഒന്ന് 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇടയ്ക്ക് കൊച്ചുമോളാണെന്ന് വർത്താനം പറയുന്നത്. ഇതെല്ലാം നോക്കി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. 2.5 വയസ്സാണ് മോക്ക്. ഇനി നമുക്ക് ചോറും തുറന്നു നോക്കാം. പാകത്തിനായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് വെച്ച് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. സ്കൂളിലൊക്കെ കൊടുത്തു വിടാം. ഒന്ന് ഇളക്കിയെടുക്കാം. അരപ്പെല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം. ചോറ് കഴിക്കാൻ മടിയുള്ള മക്കൾ ഇത് കൊടുത്തു വിട്ടാൽ നല്ലതുപോലെ കഴിക്കും. എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. നല്ല മസാലയെല്ലാം ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഡിഷുമായി അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.